ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട 15,000 കോടി രൂപ വിലമതിക്കുന്ന പട്ടൌഡി കുടുംബത്തിന്റെ ചരിത്രപരമായ സ്വത്തുക്കൾ സർക്കാർ നിയന്ത്രണത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊരു വാർത്ത അടുത്തിടെ പുറത്തുവന്നിരുന്നു. മധ്യപ്രദേശ് ഹൈക്കോടതി ഒരു സുപ്രധാന വിധിന്യായത്തിൽ ഈ സ്വത്തുക്കൾക്ക് ഏർപ്പെടുത്തിയിരുന്ന 2015 സ്റ്റേ നീക്കി വിഭജനത്തിനു ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഇന്ത്യൻ സർക്കാരിനെ അനുവദിക്കുന്ന അവകാശവാദം ശത്രുസ്വത്ത് നിയമം പ്രകാരമായിരുന്നു ഇത്. വിഭജനത്തെ തുടർന്ന് സെയ്ഫ് അലി ഖാന്റെ മുത്തശ്ശിമാരിൽ ഒരാൾ പാകിസ്ഥാനിലേക്ക് മാറിയിരുന്നു. അതിനെ തുടർന്നാണ് സ്വത്തുക്കൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന സ്ഥിതി വിശേഷം വന്നത്. എന്നാൽ ഇതിനൊക്കെ പിന്നാലെ ഇപ്പോൾ ഇതാ 1968 എനിമി പ്രോപ്പർട്ടി ആക്ടിൽ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. ഇന്ത്യയുമായുള്ള യുദ്ധത്തിലോ ശേഷമോ പാകിസ്ഥാന്റെയോ ചൈനയുടെയോ പൗരത്വം സ്വീകരിച്ച വ്യക്തികളുടെയോ കമ്പനികളുടെയോ സ്വത്തുക്കളാണ് ശത്രു സ്വത്തുക്കൾ എന്നറിയപ്പെടുന്നത്. 1965 1971 പാകിസ്ഥാനുമായും 1962 ചൈനയുമായും നടന്ന യുദ്ധങ്ങൾക്ക് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ഈ സ്വത്തുക്കൾ ഏറ്റെടുത്തിരുന്നു. എന്നാൽ തുടർന്ന് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം എനിമി പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയനായിരുന്നു കൈമാറിയിരുന്നത്.